ബലിവേദിയിങ്കൽ തിരുയാഗദ്രവ്യമാം എൻ ജീവിതം നാഥനേകാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. 6 ദിവസം അധ്വാനിച്ചിട്ട് ഇന്നേ ദിവസം കുടുംബത്തോടൊപ്പം വിശ്രമിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മേ മാതാവിൻ്റെ മുൻപിലും ഈശോയുടെ മുൻപിലും സമർപ്പിക്കുന്നു. തെറ്റുകളും കുറവുകളുമുണ്ടമ്മേ, ക്ഷമിച്ചു പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഉറ്റവരെയും ഉടയവരെയും കാണാതെ എല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ച് കുടുംബത്തിനു വേണ്ടി ചൂടിലും തണുപ്പിലും കഴിയുന്ന മക്കളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണമേ. അമ്മേ, ഇനിയുള്ള കാലം സ്വന്തം കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം അമ്മേ സാധിച്ചു കൊടുക്കണമേ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണമേ. ജെറമിയ 31-16 കർത്താവ് അരുൾ ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കരുണ നിറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ എല്ലാ സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമേ, അവിടുന്ന് ഞങ്ങളിൽ ചൊരിഞ്ഞ അനന്തമായ കൃപയ്ക്കും അളവില്ലാത്ത ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങൾ അവിടുത്തെ അരികിൽ അണഞ്ഞിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിലെ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ, ദുഃഖങ്ങളിൽ, നിരാശകളിൽ അവയൊക്കെയും പരിഹരിക്കപ്പെടുമെന്ന് ഓർത്തല്ല ആരാലും ഒന്ന് ആശ്വസിപ്പിക്കപ്പെട്ടുമെങ്കിൽ അത്രമേൽ പ്രിയപ്പെട്ട ഇടങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് അന്യമായി തീർന്നപ്പോൾ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതമ്പതിച്ചുപോയ ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനതകളെയും ഓരോ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിനു പ്രതിഷ്ഠിക്കുന്നു. കൃപാസനം അമ്മേ, മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിനു പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങു നയിക്കണമേ. മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കൃപാസന അമ്മേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഈ ലോകത്ത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ മക്കളും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചികമായ എല്ലാവരോടുമുള്ള പീഡനങ്ങൾ അവർക്ക് തിരിച്ചറിവ് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, വൃദ്ധജനങ്ങളോട് മാതാപിതാക്കളോട് സ്നേഹത്തിൽ അവരെ ശുശ്രൂഷിക്കാനുള്ള മനോഭാവം ഓരോ മക്കൾക്കും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബിനികൾക്കും കൊടുത്ത് അനുഗ്രഹിക്കണമേ. പലവിധ ജീവിത സാഹചര്യങ്ങൾ മൂലം വേദനിക്കുന്ന ഓരോ മക്കളെയും അമ്മ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. സഞ്ചാരി മാതാവേ, അമ്മയ്ക്കത് സാധ്യമാണല്ലോ. ഞങ്ങളുടെ കണ്ണുനീർ കണ്ട് അമ്മ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ, കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്തുവല്ലോ. ക്ഷമാശീലനായ അങ്ങയെ അനുകരിച്ചുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുവാനും ഞാൻ ദ്രോഹിച്ചിട്ടുള്ളവരോട് ക്ഷമ ചോദിക്കുവാനുള്ള കൃപാവരം ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കൾക്കും തരണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രായമായ മാതാപിതാക്കളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാനുള്ള മനോഭാവം, അനുഗ്രഹം എല്ലാ കുടുംബത്തിലെ മക്കൾക്കും കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞാൻ ശത്രുക്കളോട് ക്ഷമിക്കുകയാണെങ്കിൽ അവരുടെ ദ്രോഹങ്ങളൊന്നും എന്നെ ഏൽക്കുകയില്ലെന്നും ശത്രു തരുന്ന സഹനം ക്ഷമയോടെ സ്വീകരിച്ചാൽ അതെനിക്ക് അനുഗ്രഹവും എതിരാളികൾക്ക് അവ മാനസാന്തരത്തിന് കാരണമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകമായി ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അവരെ മനസ്സിലോർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക.
ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കുക. ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ ക്ഷമയുടെ അരൂപിയെ വർഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ കടബാധ്യതകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ പങ്കെടുക്കുക. തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കടബാധ്യതകൾക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും. നിങ്ങളുടെ നിയോഗത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സങ്കീർത്തനങ്ങൾ 10-ാം അധ്യായം 14-ാം വാക്യം. അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും, അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളുടെ കടം വീട്ടുവാനുള്ള മാർഗം അവിടുന്ന് കാണിച്ചു തരണമേ. എത്രയും ദയയും കരുണയും നിറഞ്ഞ ഈശോയെ, എൻ്റെ നിയോഗത്തിനൊത്തവണ്ണം എന്നെ അനുഗ്രഹിക്കണമേ. പാപികൾക്കു വേണ്ടി അവിടുന്ന് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ. കരുണയുള്ള ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് കൈവിടരുതേ. ഈശോയുടെ തിരുനാമമേ, മാധുര്യമേറിയ തിരുനാമമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. അങ്ങേ തിരുനാമത്തെ പ്രതി എന്നെ ഈ കടത്തിൽ നിന്നും മോചനം നൽകണമേ. അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷയായ ഈശോയെ, എന്നെ കൈവിടരുതേ. പരിശുദ്ധ അമ്മയുടെ മകനായ ഈശോയെ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങളുടെ ഗുരുവും നാഥനുമായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകുന്ന ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുനിമിഷം കണ്ടറിയുന്ന ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവൻ്റെ ഉറവിടമായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ അമ്മേ, ജീവിതത്തിൽ എത്ര സഹനങ്ങളിലൂടെ കടന്നുപോയ അമ്മേ, പരിശുദ്ധ കൃപാസന അമ്മേ, ഞങ്ങളുടെ സങ്കടങ്ങളും വിഷമതകളും അമ്മ മനസ്സിലാക്കണമേ. നമ്മുടെ ആവശ്യത്തിനു വേണ്ടി നാം എത്ര പ്രയാസപ്പെടുന്ന കാര്യമാണെങ്കിലും കൃപാസനം അമ്മയെ വിളിച്ച് മുട്ടിപ്പായ കണ്ണീരോടുകൂടി അപേക്ഷിക്കുക. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. കാരണം പ്രാർത്ഥനയുടെ കുറവ് മൂലമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾക്കും കടബാധ്യതകൾക്കും കാരണമാകുന്നത്. പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമ്മയോടുള്ള പ്രാർത്ഥനയിലാണ്. അതിനാൽ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥനയിൽ ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ കൃപാസന അമ്മേ, അത്ഭുത പ്രവർത്തകെ, ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗത്തിൽ അമ്മ ഇടപെട്ട് അമ്മയുടെ മകനോട് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് സാധിച്ചു തരണമേ. അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കണ്ണീരോടുകൂടി രക്ഷയാൽ വരുന്ന ഓരോ മക്കളെയും ഉപേക്ഷിക്കാത്ത കൃപാസനം അമ്മേ, ഞങ്ങളുടെ നിയോഗങ്ങളിൽ അമ്മ ഇടപെടണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മ സാധിച്ചു തരണമേ. ഞങ്ങളുടെ കടബാധ്യതയിൽ അമ്മ ഇടപെടണമേ.
പരിശുദ്ധ അമ്മേ, ഞങ്ങളെ അലട്ടുന്ന എല്ലാ കുരുക്കുകളും അമ്മ അവിടെ നിന്ന് അഴിക്കണമേ. ഞങ്ങൾ ഏത് പ്രശ്നത്തിനാണോ അപേക്ഷിക്കുന്നത് അവിടുന്ന് അമ്മ അത് സാധിച്ചു തരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കരുത്തുറ്റ അമ്മേ, അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനുമായ ഈശോയുടെ പക്കൽ നിന്ന് അമ്മയുടെ മധ്യസ്ഥം വഴി ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരണമേ. ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. തീർച്ചയായും അമ്മ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും. ദൈവജനനിയായ പരിശുദ്ധ അമ്മേ, അമ്മയെ ഞങ്ങളുടെ മാതാവും രക്ഷയുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്നിൽ സ്നേഹമില്ലെന്നോർത്തിരുന്നോ, തിരുമുൻപിൽ നിൽക്കുമീ നിമിഷം. എന്നിൽ സ്നേഹമില്ലെന്നോർത്തിരുന്നോ, കാഴ്ചയേകാനായി വരുമ്പോൾ ഉള്ളിൽ സോദര സ്നേഹം നിറയ്ക്കാം. എൻ്റെ ആത്മാവിലൾത്താര തീർക്കാം. ബലിവേദിയിങ്കൽ തിരുയാഗദ്രവ്യങ്ങൾ